നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം. ഓം ബിർളയെ വീണ്ടും ഇറക്കി ബിജെപി. കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി. കൊടിക്കുന്നിലെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. അഭിപ്രായം ചോദിച്ചില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ്. Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India. ഭരണഘടന ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്ത് രാഹുൽ ഗാന്ധി. അസദുദ്ദീൻ ഒവൈസി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് വിവാദത്തിൽ. അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ജാമ്യം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. വിചാരണ കോടതിക്ക് വിമർശനം. ഡൽഹി ഹൈക്കോടതി നടപടി ഇഡിയുടെ ഹർജിയിൽ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ 2 അംഗ സമിതി. സമിതിയുടെ റിപ്പോർട്ടിൽ അധിക ബാച്ചിൽ തീരുമാനം. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച വിജയമെന്ന് വി ശിവൻകുട്ടി. അനാവശ്യ നടപടിയെന്ന് മുസ്ലിം ലീഗ്. 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. പ്രത്യേകിച്ചൊരു ആവശ്യവും ഈ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. MG കോളനി സ്വദേശി മാലയാണ് മരിച്ചത്. കനത്ത മഴയിൽ മുളംകൂട്ടം മറിഞ്ഞു വീണ് ചാലക്കുടി അതിരപ്പിള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ക്വാറിയുടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് പോലീസ്. ദീപുവിന് ഭീഷണിയുണ്ടായിരുന്നതായി കുടുംബം. വെഹിക്കിളൊക്കെ എടുത്ത് വെച്ച് അവിടെ നിർത്തി കുറച്ചു നേരം പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തി. അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നേക്കുന്നത്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച വിഷ്ണുവിന് വിട നൽകി നാട്. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ തകർത്തു. വിജയമൊരുക്കി റാഷിദ് ഖാനും നവീൻ ഉൽ ഹക്കും. ഓസ്ട്രേലിയ പുറത്ത്. വാർത്തയിലേക്ക് വിശദമായി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം. 17ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ ബിജെപി വീണ്ടും പരിഗണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ നൽകാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നാളെയാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി ഇന്ത്യ സഖ്യ നേതാക്കളുമായി വിഷയത്തിൽ ചർച്ച നടത്തി. പക്ഷേ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച ആവശ്യം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല BJP എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് KC വേണുഗോപാൽ ഒപ്പം TR ബാലു തുടങ്ങിയ നേതാക്കളുമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം NDAയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണം. അതാണ് കീഴ്വഴക്കമെന്ന ആവശ്യം. ആ കാര്യം ഇന്ത്യ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ല. 12 മണി വരെയായിരുന്നു പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി. അതുവരെ തീരുമാനം അറിയിക്കാത്ത തുടർന്ന് 11:45 കൊടിക്കുന്നിൽ സുരേഷ് പത്രിക നൽകുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഓം ബിർള ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള മത്സരത്തിന്
കളമൊരുങ്ങിയത്. ഓം ബിർള 17 ലോക്സഭയുടെ സ്പീക്കറാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു വട്ടം കൂടി അവസരം നൽകിയിരിക്കുകയാണ് BJP. കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ 8 തവണ MP ആണ്, സീനിയറായ അംഗമാണ് അദ്ദേഹം. ഈ ലോക്സഭയിൽ തന്നെ ഏറ്റവും സീനിയറായ അംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും ഓം ബിർളയും തമ്മിലുള്ള മത്സരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും നടപടിയെ വിമർശിച്ചുകൊണ്ട് ഭരണപക്ഷത്തു നിന്നും ഒപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. लेकिन जब बालू जी और वेणुगोपाल जी से बात हुई उसमें जिस प्रकार से एक पुरानी मानसिकता है कि हम डिक्टेट करेंगे टर्म्स को, उस मानसिकता को फिर से दिखाया गया कि नहीं, शर्त है कि पहले लोकसभा का उपाध्यक्ष कौन होगा वो पहले तय करें, फिर अध्यक्ष के लिए समर्थन मिलेगा. इस प्रकार की राजनीति को हम की निंदा करते हैं. तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो और फिर हमारे नेता को इंसल्ट करा जा रहा है. नियत साफ नहीं है. नरेंद्र मोदी जी कोई कंस्ट्रक्टिव कोऑपरेशन नहीं चाहते हैं, क्योंकि कन्वेंशन है कि डिप्टी स्पीकर ऑपोजिशन का होना चाहिए. और हमने कहा है, पूरे ऑपोजिशन ने कहा है कि अगर कन्वेंशन फॉलो किया जाएगा. BJP വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു പ്രതിപക്ഷം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണം. പക്ഷേ പ്രതിപക്ഷം പറയുന്നതാകട്ടെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല, അങ്ങനൊരു കീഴ്വഴക്കമില്ല. സ്പീക്കറെ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതാണ് നിലവിലുള്ള പതിവ് രീതി. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രിയാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചെന്ന വിമർശനം കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിന് അറിയാം. പക്ഷേ ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർത്തിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതിലൊന്ന്, നേരത്തെ പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് ഏറ്റവും സീനിയറായ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിച്ചിരുന്നില്ല. മാത്രവുമല്ല ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിലും ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടും ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ നിലപാട് തുടരുന്നു എന്ന് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത് തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. രണ്ടാമതായി, നിലവിൽ NDA സർക്കാരാണ് ഭരിക്കുന്നത്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ പോലും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ BJP കൈക്കൊള്ളുന്നു എന്നതും അങ്ങനെ ഒരു സഖ്യകക്ഷികളെ NDA സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് TDP നേരത്തെ അവകാശവാദം ഉന്നയിച്ചതാണ് സ്പീക്കർ പദവിക്ക്. ഒപ്പം D പുരന്തേശ്വരിയുടെ പേരും ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള BJP നേതാവാണ് പുരന്തേശ്വരി. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഓം ബിർളയെ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ BJP ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു. മറിച്ച് കക്ഷികൾക്ക്, NDAയിലെ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് ഒരു വിലയുമില്ല. അങ്ങനെ സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഒപ്പം നാളെയാണ് ഏതായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതേസമയം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉടലെടുത്തു. കൊടിക്കുന്നിൽ സുരേഷിനെ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് അഭിപ്രായം ചോദിച്ചില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. നാളെ വോട്ടെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. മമതയെ മയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. ഭരണഘടന ഉയർത്തി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രാഹുൽ ഗാന്ധി. ഇംഗ്ലീഷിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചാണ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan.
സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായി AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്ന് പറഞ്ഞാണ് ഒവൈസി MP ആയുള്ള സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. और जिस ओहदे को मैं संभालने वाला हूं, इसके फराइज और वफादारी से अंजाम दूंगा. जय भीम, जय मीम, जय तेलंगाना, जय फलस्तीन, तकबीर, अल्लाहु अकबर. ഒവൈസിയുടെ മുദ്രാവാക്യം പുതിയ വിവാദത്തിനും തിരികൊളുത്തി. 5ാം തവണയാണ് അസദുദ്ദീൻ ഒവൈസി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എതിർപക്ഷത്ത് നിന്ന് ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു. സത്യപ്രതിജ്ഞാ വേളയിൽ മറ്റൊരു രാജ്യത്തെ പ്രകീർത്തിച്ചുള്ള മുദ്രാവാക്യം വിളി ചട്ടലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. എന്നാൽ ഇതിൽ തെറ്റൊന്നുമില്ലെന്ന് അസദുദ്ദീൻ ഒവൈസി മറുപടി നൽകി. सब बोल रहे हैं, क्या क्या नहीं बोल रहे हैं. हम क्या बोले? हम जय भीम, जय मीम, जय तेलंगाना, जय फलस्तीन. तो उन्होंने फलस्तीन पे ऑब्जेक्शन उठाया है. बीजेपी कैसा खिलाफ है? कैसा खिलाफ है? कैसा खिलाफ है बताइए. बताओ कौन सा संविधान का प्रोविजन है? अच्छा, तो आप कह रहे हैं आपने अरे सबने क्या क्या कहा वो तो सुन लीजिए ना. किशन रेड्डी ने विरोध किया. वो करते हैं, उनको कानून का അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർക്ക് ഭരണഘടനയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അവകാശമില്ല. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ച ചിന്താഗതി കോൺഗ്രസിൽ ഇപ്പോഴും സജീവമാണ്. കോൺഗ്രസിനെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ അവരെ വീണ്ടും നിരസിച്ചതെന്ന് സമൂഹമാധ്യമമായ എക്സിൽ മോദി കുറിച്ചു. കോൺഗ്രസ് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയെയും ചവിട്ടി മെതിച്ചതെന്നും അടിയന്തരാവസ്ഥ ഓർമ്മപ്പെടുത്തുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാൾ തിഹാർ ജയിലിൽ തുടരും. കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിചാരണ കോടതിക്കും ഹൈക്കോടതിയിൽ നിന്ന് വിമർശനമുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ നടപടി. ഇഡിയുടെ വാദങ്ങൾ വിചാരണ കോടതി പരിഗണിച്ചില്ല. PMLA ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം ജാമ്യത്തിനുള്ള വ്യവസ്ഥകളിലെ ഇരട്ടവാദങ്ങൾ വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഉത്തരവ് പറയാതെ ഇഡിയുടെ ഹർജിയിൽ താൽക്കാലിക സ്റ്റേ അനുവദിച്ചതിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ജൂൺ 20-നാണ് റോസ് അവന്യൂ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. മെയ് 10-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും ഇത് നീട്ടി നൽകാനുള്ള അപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചിരുന്നില്ല. മലബാറിലെ +1 സീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച വിജയമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആശങ്കകൾക്ക് പരിഹാരം കാണാൻ 2-അംഗ സമിതിയെ നിയോഗിച്ചു. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും അധിക ബാച്ചുകൾ വേണമോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സീറ്റ് കുറവുണ്ടെന്ന് മന്ത്രി തുറന്നു സമ്മതിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി KSU പ്രതികരിച്ചു. മലപ്പുറത്തെ +1 സീറ്റ് വിഷയത്തിൽ തുടർച്ചയായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സെക്രട്ടേറിയറ്റ് അനക്സിൽ വെച്ച് യുവജന സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് 2-അംഗ സമിതിയെ പ്രശ്നം പഠിക്കുന്നതിനു വേണ്ടി നിയോഗിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ജൂലൈ 5-ാം തീയതിക്കകം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നതിന് പ്രകാരം 82,466 അപേക്ഷകളാണ് മലപ്പുറത്ത് +1ലേക്ക് എത്തിയത്. അതിൽ 77,606 പേരാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർ. 74,860 പേർ മലപ്പുറം ജില്ലയ്ക്ക് അകത്ത് തന്നെ ഉള്ളവരായിരുന്നു. ഇതിൽ മലപ്പുറത്ത് 7,478 സീറ്റിന്റെ കുറവ് ഇപ്പോൾ ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് ഈ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2-അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനത്തിന് വേണ്ടി നിയോഗിച്ചതിനെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 5-ാം തീയതിക്കകമാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം. അതിനുശേഷമായിരിക്കും അധിക ബാച്ചുകൾ അനുവദിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിൽ 1757 സീറ്റിന്റെ കുറവുണ്ട്. 757. അവിടെ പ്രവേശനം ലഭിച്ചവർ 29,475. അപ്പോൾ ഈ കുറവുള്ള ഈ സീറ്റുകളൊക്കെ തന്നെ ചെറിയ സീറ്റുകളാണല്ലോ, കുറച്ച് നമ്പരേ ഉണ്ടാവുള്ളൂ. അതെല്ലാം 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി
പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. പ്രത്യേകിച്ചൊരു ആവശ്യവും ഈ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്നും സർക്കാർ മേഖലയിൽ അധിക ബാച്ചുകൾ അനുവദിക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ഞങ്ങളുടെ മുൻപിലുള്ള പ്രൈം കൺസേൺ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളുടെ അജണ്ടകളെല്ലാം മറിച്ച് നിലവിൽ തെരുവിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കണമെന്നതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. അത് സർക്കാർ അംഗീകരിക്കും. കാരണം ആ വിദ്യാർത്ഥികൾ ഇന്നലെ ക്ലാസ് ആരംഭിക്കുമ്പോൾ കുറേ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളുടെ വിഷയം ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഒപ്പം ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത് ഈ ക്ലാസ് മിസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകിയിട്ട് ആ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം സർക്കാരിന്റെ മുൻപിൽ പറയുന്നു, +1 സീറ്റിന്റെ വിഷയം ഈ വർഷം കൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും സംസ്ഥാനത്തൊട്ടാകെ +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ച വിളിച്ചത്. എന്തായാലും 5-ാം തീയതിക്കകം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് മാത്രമായി 2-അംഗ കമ്മീഷനെ പുതുതായി നിയമിച്ചത് അനാവശ്യ നടപടിയാണെന്ന് മുസ്ലിം ലീഗ്. നേരത്തെയുള്ള കാർത്തികേയൻ സമിതി റിപ്പോർട്ട് നടപ്പാക്കിയാൽ മതിയെന്നും ലീഗ് ചൂണ്ടിക്കാട്ടി. പുതിയ കമ്മിറ്റി പഠിക്കുന്നതിന് മുൻപ് താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന നാടകമാണ്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ നടപടി ജില്ലയെ അപമാനിക്കലാണെന്നും ലീഗ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പിനെ മുഖവിലക്കെടുക്കുന്നുവെന്ന് KSU വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയിൽ 4 ആവശ്യങ്ങളാണ് KSU ഉന്നയിച്ചത്. എല്ലാ വർഷവുമുള്ള മാർജിനൽ ഇൻക്രീസ് അവസാനിപ്പിക്കുക, ഓപ്പൺ സ്കൂൾ അഡ്മിഷനുകൾ സപ്ലിമെന്ററി ഫലം പുറത്തുവന്ന ശേഷം മാത്രം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും KSU ഉന്നയിച്ചു. അതേസമയം പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധമിരമ്പി. നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഫ്രട്ടേണിറ്റി പ്രവർത്തകരും DDO ഓഫീസിലേക്ക് BJP പ്രവർത്തകരും തള്ളിക്കയറാൻ ശ്രമിച്ചു. മൂന്നാം അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും മലപ്പുറത്ത് +1 പ്രവേശനം ലഭിക്കാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഒരാളാണ് മലപ്പുറം മുള്ളമ്പാറ സ്വദേശിനി അനീന ഫാത്തിമ. 6A+ഓടെ 92% മുകളിൽ മാർക്ക് നേടിയിട്ടും അനീനയ്ക്ക് +1 പ്രവേശനം കിട്ടിയിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച അധികമുള്ള അലോട്ട്മെന്റിലാണ് ഇനി അനീനയുടെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. CB അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും +1 പ്രവേശനം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് മലപ്പുറത്ത്. 92% മാർക്കുണ്ടായിട്ടും +1 പ്രവേശനം കിട്ടാത്ത ഒട്ടേറെ കുട്ടികളിൽ ഒരാളാണ് എന്നോടൊപ്പം ചേരുന്നത്. മോളുടെ പേര്? അനീന. എവിടെ പഠിച്ചിരുന്നത്? മഞ്ചേരി ബോയ്സിൽ. അപ്പോൾ എങ്ങനെയാണ്, നല്ല മാർക്ക് ഉണ്ടായിട്ടും +1 പ്രവേശനം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ, എവിടേക്കാണ് അപേക്ഷ കൊടുത്തത്, എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? 17 സ്കൂളോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സയൻസ് ആണ് വേണ്ടത്, സയൻസ് പഠിക്കാനാണ് ആഗ്രഹം. അപ്പൊ സയൻസ് ആണ് നമ്മള് ഫസ്റ്റ് ഒക്കെ കൊടുത്തത്. മഞ്ചേരി, മലപ്പുറം അങ്ങനെയൊക്കെ സ്കൂളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്കൂളിലായിട്ട് കൊമേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ 3rd അലോട്ട്മെന്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. 92% മാർക്കുണ്ടല്ലോ. 92% മാർക്കുണ്ട്. 6A+ ഉണ്ട്, 1Aയും 3B+. എന്താണ് ഇനിയിപ്പോ ഈ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ആയിട്ടും കിട്ടാത്ത നിരാശയുണ്ടോ? നല്ല സങ്കടമുണ്ട്. ഇന്നിപ്പോ സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും ഇപ്പൊ സ്കൂൾക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വീട്ടിലിങ്ങനെ നിൽക്കാണ്. ഇനി എന്താവും അറിയില്ല. ഒപ്പം പഠിച്ചവർക്കൊക്കെ കിട്ടിയോ? ഒപ്പം പഠിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞവർക്ക് വരെ കിട്ടിയിട്ടുണ്ട്, മാത്രം കിട്ടിയില്ല. ഇത് അന്വേഷിക്കുമ്പോൾ എന്താ പറയുന്നത് സ്കൂളിൽ നിന്നൊക്കെ?
സപ്ലിമെന്ററി ഉണ്ടല്ലോ, അതിൽ കിട്ടേക്കാരെന്നൊക്കെ പറഞ്ഞു. ഇനി ഒരു മാസത്തോളം കഴിയുമ്പോഴത്തേന് നമുക്ക് പാഠങ്ങളൊക്കെ പോവല്ലേ, അത് നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ആരാവാനാണ് ആഗ്രഹം? ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇനി അത് സയൻസ് കിട്ടിയാൽ നമുക്ക് പഠിക്കും. അതിനൊപ്പം തന്നെ ഈ നീറ്റിനുള്ള പ്രാക്ടീസ് ഒക്കെ തുടങ്ങേണ്ടി വരും. നീറ്റ് നമ്മള് വീട്ടിൽ നിന്നുള്ള ഇതിൽ നോക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവേശനം കിട്ടാതിരിക്കുന്നത് എന്താ മനസ്സിലാക്കുന്നത്? അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ അവരൊക്കെ പറഞ്ഞത്? സീറ്റ് ഇല്ല എന്നാണ് പറയണത്. സർക്കാർ ബാച്ചുകൾ കൂട്ടിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സീറ്റ് കൂട്ടിയോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിക്കോണെന്ന് വരില്ല. ബാച്ച് കൂട്ടിയാല് ഞങ്ങൾക്ക് ഇന്നെ പോലെ കുറെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ? പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ സർക്കാർ പറയുന്നത് 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ സീറ്റ് അനുവദിക്കും, ബാച്ച് അനുവദിക്കും എന്നൊക്കെയാണ്. അതിൽ പ്രതീക്ഷയുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എന്താ ചെയ്യാൻ പോണത് കിട്ടിയില്ലെങ്കിൽ? ഇനി പിന്നെ കിട്ടില്ലെങ്കിൽ പൈസ കൊടുത്ത് പ്രൈവറ്റ് പോവേണ്ടി വരല്ലോ, അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. മലപ്പുറത്തെ ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും പ്രവേശനം കിട്ടാതെ കാത്തിരിക്കുന്ന നിരവധി പേരിലൊരാൾ, നല്ല മാർക്കുണ്ടായിട്ടും ഉപരിപഠനത്തിന് ഇനി സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്നവരിലൊരാൾ. എന്താണെങ്കിലും സർക്കാർ അധിക ബാച്ച് അനുവദിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കുഞ്ഞും പങ്കുവയ്ക്കുന്നത്. അഖിൽ ഒട്ടുപാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി തുടരുകയാണ്. മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഒരു സ്ത്രീ മരിച്ചു. MG കോളനി സ്വദേശി മാലയാണ് മരിച്ചത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ദുഃഖകരമായ വാർത്തയാണ്. കനത്ത മഴയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തികച്ചും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് വൈകുന്നേരം മൂന്നാറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മൂന്നാർ MG കോളനിക്ക് സമീപം മണ്ണിടിഞ്ഞ് വീണ ഒരാൾ മരണപ്പെട്ട ഒരു സാഹചര്യം. MG കോളനി നിവാസിയായ മാല എന്ന വീട്ടമ്മയാണ് മരിച്ചത്. ഇവർ വീടിന് സമീപത്ത് വീടിന് പുറകുവശത്തായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സമീപത്തെ ഇതിന് മുകൾ ഭാഗത്തായുള്ള വാട്ടർ ടാങ്കിന് സമീപത്ത് നിന്നും മണ്ണിടിഞ്ഞ് ഇദ്ദേഹത്തേക്കും വീട്ടിലേക്കും ഒക്കെ ആയി വീണത്. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും മണ്ണ് നീക്കം ചെയ്ത് ഇവരെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ മേഖലയിൽ കനത്ത ഭീഷണി നിൽക്കുകയാണ്. കാരണം മണ്ണിടിച്ചിൽ സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ കനത്ത ജാഗ്രതയും തുടരുന്നു. ഒപ്പം മൂന്നാറിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാറിലെ MG കോളനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും അപകടകരമായ സാഹചര്യങ്ങളുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ദേവിക സബ് കളക്ടർ അടക്കം ഇവിടെ എത്തി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എന്തായാലും ആളുകളെ ഈ MG കോളനിയിൽ നിന്നും ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്നും ഒപ്പം സമീപത്തെ അപകടകരമായി നിൽക്കുന്ന സാഹചര്യമുള്ള മേഖലയിൽ നിന്നുമൊക്കെ ആളുകളെ ഇവിടേക്ക് മാറ്റുന്നുണ്ട്. എന്തായാലും മൂന്നാറിലും ഇടുക്കിയിലെ മലയോര മേഖലയിലും പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമൊക്കെ കനത്ത മഴയാണ് ഏതാനും മണിക്കൂറുകളായി പെയ്യുന്നത്. പ്രത്യേകിച്ചും മൂന്നാറിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നു. ഒപ്പം മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസവും നേര്യമംഗലത്തിന് സമീപം മരം കടപുഴകി വീണ വലിയ ദുരന്തം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ ഒരു സാഹചര്യം, റോഡിലേക്കൊക്കെ ഒടിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രയ്ക്കും താൽക്കാലികമായി ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ പുലർച്ചെ 6 മണി വരെ രാത്രികാല യാത്രകൾ നടത്തുന്ന ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റു മേഖലകളിൽ നിന്നൊക്കെ മലയോര മേഖലയിലൂടെ ചുരപ്പാതയിലൂടെയൊക്കെ കയറി വരുന്നവരൊക്കെ ശ്രദ്ധിക്കണമെന്നും പരമാവധി രാത്രിയാത്ര ഒഴിവാക്കണമെന്നും കൃത്യമായും രാത്രിയാത്ര നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം, മണ്ണിടിച്ചിലിനും മരങ്ങൾ ഒടിഞ്ഞു വീഴാനും ഒരു സാഹചര്യം ഉള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.
അതേസമയം കനത്ത മഴയിൽ മുളംകൂട്ടം മറിഞ്ഞു വീണ് ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. മുളംകൂട്ടം റോഡിന് നടുവിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. അതിരപ്പള്ളി 10-6 ഗതാഗതം തടസ്സപ്പെട്ടത്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളും കുടുങ്ങി. പത്തനംതിട്ടയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. കോന്നി മുറിഞ്ഞകല്ലിലാണ് അപകടം നടന്നത്. 2 പേർക്ക് പരിക്കേറ്റു. KSRTC സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ആനയെ നടത്തിക്കാനിറങ്ങിയ പാപ്പാന് നേരെ കയ്യേറ്റ ശ്രമം. കുറുക്കഞ്ചേരി സ്വദേശിയുടെ ആന ഗണേശന്റെ പാപ്പാന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. പാപ്പാൻ മദ്യപിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാർ ആനയെയും പാപ്പാനെയും തടഞ്ഞുവെച്ചു. പാപ്പാൻ മദ്യപിച്ചിരുന്നില്ലെന്നും പോലീസിന്റെ പരിശോധനയിൽ പിന്നീട് കണ്ടെത്തി. ആന ഒരു തരത്തിലും പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ഛത്തീസ്ഗഡിലെ സുഖുമയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R. വിഷ്ണുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെ കരിമൺകോട് ശാന്തികുടീരത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടൻചിറയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതികദേഹം ജന്മനാടായ നന്ദിയോട് പൊട്ടൻചിറയിലേക്ക് 7 മണിയോടെ എത്തിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ജവാനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയത്. തുടർന്ന് നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് മന്ദിരത്തിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ SKV ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെയെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്വന്തം വീടിന്റെ പാലുകാച്ചലിനായി 1.5 മാസം മുമ്പാണ് വിഷ്ണു നാട്ടിൽ വന്ന് മടങ്ങിയത്. പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരും മുമ്പെയുള്ള വിഷ്ണുവിന്റെ മരണം വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി. കരിമൺകോട് ശാന്തികുടീരത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കളിയിക്കാവിള ദേശീയപാതയിൽ ക്വാറി ഉടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത. തിരുവനന്തപുരം കരമന സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. കാറിൽ കരുതിയിരുന്ന 10 ലക്ഷം രൂപ കാണാതായതോടെ മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നു. പണം ആവശ്യപ്പെട്ട് ദീപുവിനെ കുറച്ചുനാൾ മുൻപ് ഗുണ്ടാസംഘം വിളിച്ചിരുന്നുവെന്നും ഈ സംഘമാണോ കൊലയ്ക്ക് പിന്നിലെന്ന് സംശയമുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. അറിയത്തില്ല. അത് ഏത് ടീമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഇവിടെ നിന്ന് പോകുന്നു. നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു. പോയിട്ട് വൈകിട്ട് പോകുന്നുള്ളതും ചൊവ്വാഴ്ച രാത്രിയോട് കൂടി തിരിച്ചു കഴിയുന്നുള്ളതും അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞ് നൈറ്റ് യാത്ര ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും കൂട്ടുമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ?
പോകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു വേറിൻ്റെ ഒരു ഷോപ്പിലൊരു വിമലുണ്ട്. വിമലിൻ്റെ കൂടെ പോകണം. കാരണം വിമലാണ് ഇതിൻ്റെ സാധനങ്ങൾ മാറ്റി കൊടുക്കുകയും സാധനങ്ങൾ വിൽക്കുകയും. ഈ വിമല് പിന്നീട് ഇവിടെ ബന്ധപ്പെടുകയോ വല്ലതും ചെയ്തിരുന്നോ? വിമല് എന്നെ വിളിച്ചില്ല. വീട്ടിൽ അമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവർ ഫാമിലിയായിട്ട് നല്ല ബന്ധമുള്ള പയ്യനാണ്. ആരെങ്കിലും സംശയമുണ്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും തെറ്റും? ഇല്ല. ദീപുവിന് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് സുഹൃത്ത് അനിൽകുമാറും വ്യക്തമാക്കി. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. വി വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കളിക്കാവിളയ്ക്കപ്പുറത്ത് തമിഴ്നാട് അതിർത്തിയിൽ ദീപു സോമൻ എന്ന വ്യവസായിയെ, തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശിയാണ് അദ്ദേഹത്തെ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ കൊലപ്പെട്ട ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്ത് മുറിച്ച് മാറ്റിയ നിലയിൽ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക്, കോയമ്പത്തൂരും അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്കും പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് JCBയുടെ ഡ്രൈവർ ഒപ്പം ഉണ്ടാകും, ഒരാൾ അവിടെ നിന്ന് ഒപ്പം കയറുമെന്നും വീട്ടുകാരെ അറിയിച്ചിരുന്നു. വിപിൻ എന്നയാൾ തക്കര വെച്ചും, തക്കര സ്വദേശി, നേരത്തെയും ഈ ഇദ്ദേഹത്തിൻ്റെ ക്രഷർ യൂണിറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് വിപിൻ. അദ്ദേഹവും തക്കരയിൽ നിന്ന് വാഹനത്തിൽ ഒപ്പം കയറുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പോയ ദീപുവിനെയാണ് 12 മണിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് തമിഴ്നാട് പോലീസ്, നേമം പോലീസ്, അതായത് കരമന പോലീസ്, അതായത് കൈമനത്താണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വിലാസമുള്ളത്. കൈമനത്തെ വീട്ടിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന ഈ മലയങ്കീഴ് സമയത്ത് വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടി ഈ കൊല നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആളെ തിരിച്ചറിയുകയുമായിരുന്നു. വലിയ ദുരൂഹത ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് JCB വാങ്ങാനാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് ദീപു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും അദ്ദേഹത്തോടൊപ്പമുള്ള സുഹൃത്ത് അനിൽകുമാർ, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ സൂപ്പർവൈസറും അനിൽകുമാറിനും ആ വിവരമാണ് ഉള്ളത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് അവർ നോക്കും. ഇപ്പോൾ ഈയിടയ്ക്ക് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നതുപോലെ അവർ ഉടക്കായിടെ എന്ന്. നമ്മൾ ഫ്രണ്ടായതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു. അല്ല, അഷ്റഫ് ഒരു പേര് പറഞ്ഞു. അതാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. കൂടുതൽ പോലീസ് അന്വേഷണത്തിൽ അറിയാൻ പറ്റും. ഞാനുമായിട്ട് 35 വർഷത്തിന് മേളിൽ അങ്ങനെ പരിചയം. ഒരുമിച്ച് എന്താവശ്യത്തിനും എന്നെ തന്നെയാണ് കൂട്ടും പോകുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ്. 10 ലക്ഷം രൂപ കാറിലുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും ആ മൊഴിയും. ഈ 10 ലക്ഷം രൂപയുമായി ഒരാൾ കടന്നു കളയുന്നതിൻ്റെ, അതായത് കാറിൽ നിന്ന് ഒരു ബാഗുമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണം കേരള പോലീസ് സേനകൾ സംയുക്തമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. 1-2 ആളുകൾ കസ്റ്റഡിയിലുള്ളതായും വിവരമുണ്ട്. നേരത്തെ ഇദ്ദേഹത്തിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. നെടുമങ്ങാട്ടെ ഒരു സ്ക്രാപ്പ് വ്യവസായിയുമായി, അക്രി വ്യവസായിയുമായി ഉള്ള ഒരു തർക്കമുണ്ട്. ദീപുവിന് അത്തരം ബിസിനസ്സും സ്ക്രാപ്പ് ബിസിനസ്സും നേരത്തെ ഉള്ളതായി കുടുംബാംഗങ്ങൾ പറയുന്നു. അങ്ങനെ ഒരാളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടൊരു ഗുണ്ട ഭീഷണിപ്പെടുത്തിയ മൊഴിയും വീട്ടുകാർ പോലീസിന് നൽകിയിട്ടുണ്ട്. മറ്റേ 2 പേരുണ്ടായിരുന്നു. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് മറ്റാണ് ദേഷ്യം വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അറിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ അവരുടെ അടുത്ത് പറഞ്ഞ് സാറ്റർഡേ സംബന്ധിക്കാനുണ്ട്, ട്യൂസ്ഡേ പറഞ്ഞ് പോണ വഴി ഞാൻ പിക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്ന് അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദീപുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാളെയാണ് സംസ്കാരം. പ്രതികൾ വൈകാതെ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ശക്തമായ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഈ പണത്തിനൊപ്പം ദീപുവിൻ്റെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ നിന്ന് പോയ കോളുകളുടെ വിവരം ശേഖരിച്ചാൽ ആരാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കയറുമെന്ന് പറഞ്ഞ ആളെ അറിയില്ലെന്നാണ് സൂപ്പർവൈസറും സുഹൃത്തുമായ അനിൽകുമാറും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. അയാളെ കണ്ടെത്തിയാൽ സ്വാഭാവികമായും അന്വേഷണം എളുപ്പമാകുമെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. വിപിൻ എന്നയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, തക്കല സ്വദേശി. അദ്ദേഹത്തെ നേരത്തെ തന്നെ വീട്ടുകാർക്ക് അറിയാവുന്ന ആളാണ്. നേരത്തെയും പല ബിസിനസ്സിലും ദീപുവിനൊപ്പം നിന്നയാളാണ്. ഏതായാലും അതിശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തം. വി വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മൂവാറ്റുപുഴയിൽ TV ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പായിപ്ര മൈക്രോ ജംഗ്ഷൻ
പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത്. ഇന്നലെ 9:30 സ്റ്റാൻഡിനൊപ്പം TV കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക്. 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും 20 അടി താഴ്ചയിലേക്കാണ് കുട്ടി വീണത്. അനീഷ ആൻഡോ ദമ്പതികളുടെ മകൾ മറീനയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട്ട് ട്രെയിനിൽ നിന്നും വീണ യുവാവ് മരിച്ചു. വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. ഏറനാട് എക്സ്പ്രസിൽ യാത്ര ചെയ്തയാളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസിന്റെ മരണപ്പാച്ചിൽ. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. 2 മലയാളികൾക്ക് പരിക്കേറ്റു. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും. കൊച്ചി മാടവനയിൽ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെ മറ്റൊരു കല്ലട ബസും സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിലാണ് അപകടമുണ്ടായത്. കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ പിക്കപ്പ് വാഹനത്തിലാണ് ബസ് ഇടിച്ചത്. കേരളത്തിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനം ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എതിർഭാഗത്തു നിന്നും വന്ന കല്ലട ബസ് പിക്കപ്പ് വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചു. അമിത വേഗതയിൽ അശ്രദ്ധമായാണ് ബസ് ഓടിച്ചിരുന്നതെന്നാണ് പരാതി. ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ 2 സ്റ്റാഫ് രക്ഷപ്പെട്ടത്. ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ തോളിലൊക്കെ പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വേറൊരാൾക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. പക്ഷേ വാഹനം ശക്തമായി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി അപകടത്തിൽ പിക്കപ്പ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. വാഹനത്തിലുണ്ടായിരുന്ന മലയാളികളായ ഷാരോൺ രാജ്, അനൂപ് എന്നിവർക്കും പരിക്കേറ്റു. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ ബസിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഡ്രൈവർ തെങ്കാശി സ്വദേശി പാൽപാണ്ഡ്യയുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യാനാണ് കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ മുസ്ലിം ലീഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കമ്മീഷൻ നിയമനം പോലും അനാവശ്യ നടപടി എന്ന തരത്തിലുള്ള വിമർശനം ലീഗിന്റെ പ്രതിഷേധ കുറിപ്പായി പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രതിഷേധ പരിപാടികൾ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് നേതാക്കൾ അറിയിച്ചത്? രേണുക, ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ്, ഹമീദ് മാസ്റ്ററുടെ പേരിലാണ്. അതായത് ഈ ഒരു സമരം താൽക്കാലികമായിട്ട് ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് നിർത്തിവെക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്ത് കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് പലതരത്തിലുള്ള സമരങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് MSF തുടർച്ചയായി 5 ദിവസം ADD ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരങ്ങൾ പോയിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ മലപ്പുറത്തെ സാഹചര്യങ്ങൾ പഠിക്കുവാൻ കമ്മീഷനെ നിയോഗിക്കുമെന്നും അതിനുശേഷം അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഉള്ളൊരു അനുകൂല സമീപനം അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായതോടെയാണ് സമരങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു ഇടവേള നൽകാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലേക്ക് അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാവുകയോ അത്തരത്തിൽ നീക്കുന്ന പിന്മാറുകയോ ചെയ്താൽ വലിയ സമരങ്ങളിലേക്ക് തന്നെ ലീഗ് പോകുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിന് വലിയ പ്രതിസന്ധിയായി മാറിയിരുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്നാണ് ലീഗ് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ച വിജയമാണെന്ന് മന്ത്രി തന്നെ അവകാശപ്പെട്ടിരുന്നു. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് KSUവിന്റെ ആയാലും ഇപ്പോൾ ലീഗിന്റെ ആയാലും പ്രതികരണങ്ങൾ വരുന്നത്. ഒരിടവേള കൂടി.